തൃശൂരിൽ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി. പരിഗണിക്കുന്നുവെന്ന വാർത്തയിൽ നിലപാട് വ്യക്തമാക്കി സി.പി.ഐ നേതാവ് ഗീതാ ഗോപി. ജനങ്ങളോടുള്ള തന്റെ പ്രതിബദ്ധത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ മാറ്റമില്ലാതെ തുടരും. 30 വർഷമായി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നു. പദവിക്കപ്പുറം തനിക്കുള്ളത് രാഷ്ട്രീയ വിശ്വാസം. തന്റെ നിലപാടും രാഷ്ട്രീയവും വ്യക്തമാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരണം. നാട്ടിൽ ഗീതയെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടക്കുന്നുവെന്ന ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം. ലെവിൻ കെ വിജയൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ലെവിൻ, ഈ പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരെ കൂടി എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ഇപ്പോൾ ഗീതാ ഗോപി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. എന്താണ് അവരുടെ വാക്കുകൾ? അരുണൻ, ഗീതാ ഗോപിയുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നവർ നമ്മളോട് നേരിട്ട് നാളെ പ്രതികരിക്കാമെന്നാണ് അറിയിച്ചത്. പക്ഷേ അത് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിയ വാർത്ത മാറിയതോടുകൂടിയാണ് ഔദ്യോഗികമായി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുൻ എം.എൽ.എ ഇത്തരത്തിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി പരിഗണനയിൽ മുൻ എം.എൽ.എ കൂടി ഉണ്ട് എന്നുള്ള വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. അത് ബി.ജെ.പിയുടെ പ്രാദേശിക ഘടകങ്ങൾ ചേർന്ന് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയ പട്ടികയിലാണ്, അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലാണ് അവരുടെ പേര് ഉയർന്നു വന്നത്. എന്നാൽ അതിനോട് ഉള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവർ ഔദ്യോഗികമായിട്ടൊരു ഫേസ്ബുക്ക് കുറിപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാർലമെന്ററി സംവിധാനം എന്നെ പഠിപ്പിച്ച ആശയങ്ങൾ, ജനങ്ങളോടുള്ള എന്റെ പ്രതിബദ്ധതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ തന്റെ പാർട്ടിയിൽ നിന്നും മാറ്റമില്ലാതെ തുടരുമെന്നുള്ള പ്രസ്താവന കൂടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. 30 വർഷമായി പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. 10 വർഷം എം.എൽ.എ ആയിരുന്നു. ഇതുവരെ പരാജയം അറിയിക്കാതെ തന്നെ ജനപ്രതിനിധിയാക്കി വളർത്തിയെടുത്തത് സി.പി.ഐ ആണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ നിലപാട് വ്യക്തമാക്കുന്നത്. തൊഴിലാളികളുടെ വേദന മനസ്സിലാക്കി ഈ ജനജീവിതത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് സി.പി.ഐ. ഇടതുപക്ഷം ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുന്നു തുടങ്ങിയ കാര്യങ്ങൾ കുറിപ്പിലൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ഏതായാലും ബി.ജെ.പി. നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെയാണ് ഈ ഘട്ടത്തിൽ അവരെ സംഘടനാപരമായി പ്രതിസന്ധിയിലായ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഗീതാ ഗോപി ഇത്തരത്തിലൊരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും അവരുടെ പ്രതികരണം കൂടി നമുക്ക് നേരിട്ട് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുണ്യ. ശരി, ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.